അപ്പോൾ നമ്മൾ കവർ ചെയ്തത് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യണം. അത് ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരമാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഡബിൾ എൻട്രി എന്ന് പറഞ്ഞാൽ ഡ്യുവൽ ആസ്പെക്ട് പ്രകാരം റെക്കോർഡ് ചെയ്യുന്നതാണ്. ഡ്യുവൽ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഏതൊരു ട്രാൻസാക്ഷനും രണ്ട് വ്യത്യസ്തമായ അക്കൗണ്ട്സുകളിൽ എൻ്റർ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ടി ഷേപ്പിലാണുള്ളത്. ടി ഷേപ്പ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡ് ഉണ്ട്, റൈറ്റ് സൈഡ് ഉണ്ട്. ലെഫ്റ്റിന് ഡെബിറ്റ് എന്നും റൈറ്റിന് ക്രെഡിറ്റ് എന്നും പറയാം. അപ്പോൾ ഡെബിറ്റ് എന്താണ്, ക്രെഡിറ്റ് എന്താണെന്ന് പഠിച്ചു. ഓക്കെ, അപ്പം ഡെബിറ്റ് ചെയ്യുന്നത് എങ്ങനെയുള്ളതാണ്, ക്രെഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയുള്ളതാണ്, അതിന് ഒരു റൂളുണ്ട്. ആ റൂള് തന്നെ രണ്ട് തരത്തിലുണ്ട്, ട്രഡീഷണലും ഉണ്ട്, മോഡേണും ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾ ട്രഡീഷണൽ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ മോഡേൺ ഫോളോ ചെയ്യുക. ട്രഡീഷണൽ ആണെങ്കിൽ 3 ക്ലാസിഫൈ ചെയ്യണം അക്കൗണ്ട്സിനെ, മോഡേൺ ആണെങ്കിൽ 5 ക്ലാസിഫൈ ചെയ്യണം. അതിൻ്റെ റൂള് പഠിച്ചു. അപ്പം റൂളെല്ലാം പഠിച്ചു. ഇനി നമുക്കിത് എൻ്റർ ചെയ്യണം, എഴുതണം. എഴുതാനൊരു പ്ലാറ്റ്ഫോം വേണം അല്ലേ? ആ പ്ലാറ്റ്ഫോമിനെ വിളിക്കുന്ന പേര് ജേണൽ എന്നും ലെഡ്ജർ എന്നുമാണ്. പ്രധാനമായും നമുക്ക് എഴുതാനൊരു പ്ലാറ്റ്ഫോം വേണം. അപ്പം നമ്മൾ ട്രാൻസാക്ഷൻ സോഴ്സ് ഡോക്യുമെൻറ്റ്സുകൾ ഉപയോഗിച്ച്, നമ്മുടെ കയ്യിൽ നേരത്തെ സോഴ്സ് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, അതിങ്ങനെ എടുത്ത് വച്ചേക്കുന്നതേ ഉള്ളൂ. ഇതിനി എവിടെ എഴുതാൻ, പേനയുണ്ട്, സോഴ്സ് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, അത് എഴുതാനുള്ള റൂളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി എഴുതാൻ പോകുന്നു. ആ ആദ്യമായി എഴുതാൻ പോകുന്ന ആ ബുക്കിനെ അല്ലെങ്കിൽ ആ രജിസ്റ്ററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജേണൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ജേണൽ എന്ന് പറയുന്നത് ബുക്സ് ഓഫ് പ്രൈം എൻട്രി എന്നും പറയും. ആദ്യമായി എൻ്റർ ചെയ്യുന്ന ബുക്ക്, അല്ലെങ്കിൽ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയും. ഇനി ജേണലിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് എഴുതുന്നത് ക്രോണോളജിക്കൽ ഓർഡറാണ്, 1 by 1. ഇന്നത്തെ ട്രാൻസാക്ഷൻ ഇന്ന് എഴുതും, നാളത്തെ ട്രാൻസാക്ഷൻ നാളെ എഴുതും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് എഴുതി പോകുന്നത്. ട്രാൻസാക്ഷൻസ് നടക്കുന്നതനുസരിച്ച് 1 by 1 ആയിട്ട് നമ്മൾ ഇങ്ങനെ എഴുതി പോകും. അതാണ് ജേണൽ എന്ന് പറയുന്നത്. അപ്പം ട്രാൻസാക്ഷൻസ് വൈസ് ആണ് നമ്മൾ ജേണലിൽ ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യുന്നത്. ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ദി ബുക്സ് ഓഫ് ജേണൽ കാൾഡ് ജേണലൈസിങ്. ജേണലിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജേണലൈസിങ് എന്ന്. അപ്പോൾ അടുത്ത എന്താണ് ലെഡ്ജർ? ഇത് രണ്ടും ഞാൻ കമ്പയർ ചെയ്തങ്ങ് പോവുകയാണ് കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടി. ജേണലിൽ എഴുതിയതിന് ശേഷം ഈ ട്രാൻസാക്ഷനെ ജേണലിൽ നിന്നും നമ്മൾ മറ്റൊരു ബുക്കിലേക്ക് കോപ്പി ചെയ്യണം. ട്രാൻസാക്ഷൻ തരംതിരിച്ചെഴുതണം. ആ ബുക്കിനെ വിളിക്കുന്ന പേരാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. അതൊരു ബുക്കാണ്. സാധാരണഗതിയിൽ മാനുവൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പം ഇതൊക്കെ ഓരോ രജിസ്റ്ററുകളാണ്. ഓക്കെ, ജേണൽ ഒരു രജിസ്റ്ററാണ്, ലെഡ്ജർ ഒരു രജിസ്റ്ററാണ്. ഈ രജിസ്റ്ററിൽ തന്നെ പല പേജുകൾ കാണും. ഓരോ പേജിനും നമ്മൾ ഓരോ അക്കൗണ്ടിൻ്റെ പേരാണ് കൊടുക്കുക. നമ്മൾ അക്കൗണ്ട് നേരത്തെ പഠിച്ചല്ലേ, അക്കൗണ്ട്. അപ്പോൾ ഒന്നാമത്തെ അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട്, രണ്ടാമത്തെ അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട്, അതൊരു 2 പേജ് കഴിഞ്ഞ് 3 പേജ് കഴിഞ്ഞ്. അപ്പോൾ ഓരോ പേജുകളിലാണ് നമ്മൾ ഇത് മാനുവലായിട്ട് അക്കൗണ്ടിങ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ലെഡ്ജർ എന്ന് പറയുന്ന ഒരു ബുക്കാണ്. ഈ ലെഡ്ജറിനകത്ത് ഒരുപാട് അക്കൗണ്ട്സ് ഉണ്ട്. ഓക്കെ, അപ്പം ആ അക്കൗണ്ട്സുകളിലേക്ക് ജേണലിൽ നിന്ന് നമ്മൾ ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യണം, എൻ്റർ ചെയ്യണം. ആ എൻ്റർ ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മളൊരു പേര് വിളിക്കും, പോസ്റ്റിംഗ്. അപ്പം ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ബുക്സ് ഓഫ് ലെഡ്ജർ ഈസ് കാൾഡ് പോസ്റ്റിംഗ്. ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻ ദ ബുക്സ് ഓഫ് ജേണൽ ഈസ് കാൾഡ് ജേണലൈസിംഗ്. പക്ഷേ അത് ലെഡ്ജറിലോട്ടാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ അതിനെ പോസ്റ്റിംഗ് എന്നാണ് വിളിക്കുന്നത്. ജേണൽ എന്ന് പറയുന്നത് ബുക്സ് ഓഫ് പ്രൈം എൻട്രി ആണെങ്കിൽ ലെഡ്ജർ അത് ബുക്സ് ഓഫ് സെക്കൻഡറി എൻട്രി ആണ്. കാരണം ജേണൽ എഴുതിയതിന് ശേഷമാണ് നമ്മൾ ലെഡ്ജറിലേക്ക് ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ചെയ്യുന്നത്. ഇനി ജേണൽ എന്ന് പറയുന്ന ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി ആണ്. ലെഡ്ജറിനെ നമ്മൾ മറ്റൊരു പേര് വിളിക്കും ബുക്സ് ഓഫ് പ്രിൻസിപ്പൽ ബുക്സ് ഓഫ് എൻട്രി എന്നും വിളിക്കും. പ്രിൻസിപ്പൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് വിളിക്കും നമ്മൾ ലെഡ്ജറിനെ. ഇനി ലെഡ്ജറിൽ ട്രാൻസാക്ഷൻ എപ്പോഴും അനലിറ്റിക്കൽ ഓർഡറിലാണ്, അക്കൗണ്ട് വൈസ് ആണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഓരോ അക്കൗണ്ട് ഓരോ കാറ്റഗറൈസ് ചെയ്ത് ഓരോ അക്കൗണ്ട്, ആ അക്കൗണ്ടിൻ്റെമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് അവിടെ, അടുത്ത അക്കൗണ്ടുമായി ബന്ധപ്പെട്ട അടുത്ത, അങ്ങനെ അക്കൗണ്ട് വൈസ് ആണ് നമ്മൾ ലെഡ്ജറിൽ ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, ഒന്ന് ജേണലും ഒന്ന് ലെഡ്ജറുമാണ്. ജേണൽ എന്ന് പറഞ്ഞാൽ ബുക്സ് ഓഫ് പ്രൈം എൻട്രി ആണ്, ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി ആണ്, ക്രോണോളജിക്കൽ ഓർഡറിലാണ് ഇത് എഴുതുന്നത്. ദാറ്റ് മീൻസ് 1 by 1 ആയിട്ടാണ് എഴുതുന്നത്, ഡേറ്റ് വൈസ് ആണ് എഴുതുന്നത്, ട്രാൻസാക്ഷൻസ് വൈസ് ആണ് റെക്കോർഡ് ചെയ്യുന്നത്. പ്രോസസ്സിനെ നമ്മൾ ജേണലൈസിംഗ് എന്ന് വിളിക്കും. ലെഡ്ജർ എന്ന് പറയുന്നത് സെക്കൻഡറി എൻട്രി ആണ്, പ്രിൻസിപ്പൽ ബുക്സ് ഓഫ് എൻട്രി ആണ്, അനലിറ്റിക്കൽ റെക്കോർഡാണ്. കൂടാതെ അത് അക്കൗണ്ട് വൈസ് ആണ് നമ്മൾ ട്രാൻസാക്ഷൻസ് എൻറ്റർ ചെയ്യുന്നത്. ആ പ്രോസസ്സിനെ നമ്മൾ പോസ്റ്റിംഗ് എന്നുമാണ് പറയുന്നത്. അപ്പോൾ അതും കഴിഞ്ഞു. ഇപ്പോൾ ഇതും നമ്മൾ കൃത്യമായി ഇതിൻ്റെ ഫോർമാറ്റ് കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ
സോഴ്സ് ഡോക്യുമെൻറ്റ്സുകൾ ഉപയോഗിച്ച് ആദ്യം പ്രിപ്പയർ ചെയ്യേണ്ടത് ജേണലാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ആ ജേണലിൽ നിന്നും ലെഡ്ജർ തയ്യാറാക്കണം. അതിനുശേഷം ട്രയൽ ബാലൻസ് തയ്യാറാക്കണം. അതിനുശേഷം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കണം. ഓക്കെ, അത് നമ്മൾ ആദ്യമേ ഒന്ന് ചാപ്റ്റർ തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു. ഇവിടെ നമ്മളിപ്പം പഠിക്കാൻ പോകുന്നത് ഇപ്പോൾ ജേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ജേണലിൻ്റെ ഒരു ഫോർമാറ്റ് നിങ്ങളൊന്ന് നോക്കുകയും ഒരു ഡേറ്റ് കോളം വേണം. നിങ്ങൾ സൂക്ഷിച്ച് നോക്കണം. ഞാൻ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ഈ ഒരു ഫോർമാറ്റിൽ തന്നിട്ടുണ്ട്. സാധാരണ ബുക്സിൽ കിടക്കുന്ന ഫോർമാറ്റ് പോലെയല്ല ഞാൻ ഫോർമാറ്റ് തന്നിരിക്കുന്നത്. ഒരു സാമ്പിൾ എക്സാമ്പിളും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഇതിനകത്ത് ഫോർമാറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അത് നിങ്ങൾക്ക് പഠിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ജേണൽ എന്ന് പറയുന്നത് ഒരു ഡേറ്റ് കോളം വേണം, ഒരു പർട്ടിക്കുലേഴ്സ് കോളം വേണം, ഒരു ലെഡ്ജർ ഫോളിയോ LF എന്ന് പറയുന്നത് ലെഡ്ജർ ഫോളിയോ എന്ന് പറഞ്ഞൊരു കോളം വേണം, എമൗണ്ട് ഡെബിറ്റ് സൈഡ് DR, എമൗണ്ട് ക്രെഡിറ്റ് സൈഡ്. അപ്പോൾ ഇതാണ് എത്ര കോളമാണ്? 5 കോളം അല്ലേ? ഡേറ്റ്, പർട്ടിക്കുലർ, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട്, ക്രെഡിറ്റ്. ഇതാണ് ജേണലിൻ്റെ ഒരു ഫോർമാറ്റ്. ഇനി ലെഡ്ജറിൻ്റെ ഫോർമാറ്റ് നിങ്ങൾ നോക്കിയേ. ഡേറ്റ്, അപ്പോൾ ലെഡ്ജർ നമ്മൾ T ഫോമാണെന്ന് പഠിച്ചു കഴിഞ്ഞല്ലേ? ലെഡ്ജർ എന്ന് മീൻസ് അക്കൗണ്ടുകൾ T ഫോമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഞാൻ T വരുത്താൻ വേണ്ടിയാണ് നടുക്കൂടെ ഒരു കളറൊക്കെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ പഠിക്കുമ്പോഴും പരീക്ഷ എഴുതുമ്പോഴൊന്നും T ഒന്നും ഷേപ്പൊന്നും വരുത്തേണ്ട കാര്യമില്ല. എന്തായാലും നിങ്ങൾ ആ T ഷേപ്പ് കണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും നോക്കിക്കോ. ഡേറ്റ് കോളം ലെഫ്റ്റ് സൈഡിൽ ഒരു ഡേറ്റ് കോളം, ഒരു പർട്ടിക്കുലേഴ്സ് കോളം, ഒരു JF കോളം. എന്താണത്? ജേണൽ ഫോളിയോ കോളം. അതാണ് JF എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എമൗണ്ട് കോളം, അതായത് ഡെബിറ്റ് സൈഡിൻ്റെ എമൗണ്ട് കോളം. പിന്നെ നമ്മുടെ ടീയുടെ കാലൊക്കെ കഴിഞ്ഞിട്ട് വലത് സൈഡിലേക്ക് വീണ്ടും ഒരു ഡേറ്റ് കോളം, പർട്ടിക്കുലേഴ്സ് കോളം, ജേണൽ ഫോളിയോ കോളം, എമൗണ്ട് കോളം. അപ്പം ഡെബിറ്റിലും ക്രെഡിറ്റിലും ഈ കോളം ഏതാണ്ട് സെയിം ആണ്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ, എമൗണ്ട്. ക്രെഡിറ്റ് സൈഡിലും അതായത് റൈറ്റ് സൈഡിലും ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ, എമൗണ്ട്. ഞാൻ ഈ രണ്ട് സാമ്പിളായിട്ട് രണ്ട് ലെഡ്ജറിൻ്റെ ഫോർമാറ്റ് രണ്ടെണ്ണം ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു ക്യാഷ് അക്കൗണ്ട്, ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് കാണിച്ചിട്ടുണ്ട് അല്ലേ? നമുക്കിനി ആ ജേണലിലേക്ക് വരാം. ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ ഗ്രീൻ മാർക്ക് ചെയ്ത് നിങ്ങളൊന്ന് വായിക്കുക. ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ₹10,000. 10,000 രൂപയുടെ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തു? ബിസിനസ്മാൻ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. ബിസിനസ്മാൻ ബിസിനസ്സിലേക്ക് 10,000 രൂപ കൊണ്ടുവന്നു. നമ്മളിത് ജേണലിൽ എൻ്റർ ചെയ്യണം. ജേണലിൻ്റെ ഫോർമാറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് ഇതിനകത്ത് രണ്ട് ആസ്പെക്റ്റുകൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. എന്തൊക്കെയാണ് രണ്ട് ആസ്പെക്റ്റുകൾ? ഒന്നാമത്തെ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ക്യാഷാണ്. രണ്ടാമത്തെ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റലാണ്. അപ്പോൾ ഇനി അത് ജേണലൈസ് ചെയ്യണം. ജേണലിലേക്ക് റെക്കോർഡ് ചെയ്യാൻ നമ്മൾ പോവുകയാണ്. അപ്പം രണ്ട് ആസ്പെക്റ്റുകൾ ക്യാഷും ക്യാപിറ്റലുമാണ്. ഇനി ഏതിനാണ് ഡെബിറ്റ്, ഏതിനാണ് ക്രെഡിറ്റ് എന്ന് കണ്ടുപിടിക്കണം അല്ലേ? ഏതിനാണ് ഡെബിറ്റ്? ക്യാഷിനാണോ ഡെബിറ്റ്? ക്യാഷിനെയാണോ ഡെബിറ്റ് ചെയ്യേണ്ടത്, അതോ ക്യാപിറ്റലിനെയാണോ ഡെബിറ്റ് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഏത് റൂള് ഫോളോ ചെയ്യാം? നമുക്ക് മോഡേൺ റൂൾ ഫോളോ ചെയ്യാം. മോഡേൺ റൂൾ പ്രകാരം ക്യാഷ് ഒരു അസറ്റാണ്. അപ്പം നമ്മൾ ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു. അപ്പം ക്യാഷ് കൂടുകയല്ലേ ചെയ്തത്? ആണ്, ക്യാഷ് കൂടുകയാണ് ചെയ്തത്. അപ്പം മോഡേൺ റൂൾ പ്രകാരം അസറ്റ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണമെന്നാണ് റൂള്. അപ്പം ഇവിടെ അസറ്റ് ക്യാഷാണ്, ക്യാഷ് ഇൻക്രീസ് ചെയ്തു, അപ്പോൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം. കൺക്ലൂഡ് ചെയ്തല്ലോ, ക്യാഷിനെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇനി ക്യാപിറ്റലിലേക്ക് വരാം. ക്യാപിറ്റൽ ലയബിലിറ്റി ആണ്. ക്യാപിറ്റലിൻ്റെ റൂൾ എന്താണ്? ക്യാപിറ്റലിൻ്റെ റൂൾ ഓപ്പോസിറ്റ് ആണ്. ക്യാപിറ്റൽ കൂടിയാൽ ക്രെഡിറ്റ് ചെയ്യണമെന്നാണ് റൂൾ. ഇവിടെ ക്യാപിറ്റൽ കൂടി, കാരണം ബിസിനസ് സീറോയിൽ നിന്ന് എവിടേക്ക് വന്നു? 10,000 രൂപ ക്യാപിറ്റൽ അയാൾ കൊണ്ടുവന്നു. അയാളുടെ ക്യാപിറ്റൽ കൂടി അല്ലേ? നമ്മൾ അത്രയും പൈസ അയാൾക്ക് തിരിച്ചു കൊടുക്കണം അല്ലേ? ലയബിലിറ്റി കൺഫേം ആയി. അപ്പോൾ എന്തായാലും ക്യാപിറ്റലും കൂടി, ക്യാഷും കൂടി. ക്യാഷ് അസറ്റ് ആയതുകൊണ്ട് കൂടിയാൽ ഡെബിറ്റ് ചെയ്യണം, ക്യാപിറ്റൽ ലയബിലിറ്റി ആയതുകൊണ്ട് കൂടിയാൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ജേണലിൻ്റെ ഫോർമാറ്റിൽ ഡേറ്റ് കോളത്തിൽ നമ്മൾ ആ ട്രാൻസാക്ഷൻ്റെ സോഴ്സ് ഡോക്യുമെൻറ്റ്സിൽ നിന്നും ഡേറ്റ് നിങ്ങൾ ഉറപ്പായിട്ട് എഴുതണം. അതിനുശേഷം ഞാനിവിടെ ടെക്സ്റ്റിലൊന്നും കാണാത്ത ചില കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ എൻ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ജേണൽ 2 ലൈൻ ഉണ്ടാവും, മിനിമം 2 ലൈൻ ഉണ്ടാവും. ഒരു ഡെബിറ്റ് ലൈനും ഒരു ക്രെഡിറ്റ് ലൈനും. ഈ ഡെബിറ്റ് ലൈനിൽ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ബൈ എന്ന വേർഡ് ഉപയോഗിച്ചിട്ടാണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ബൈ എന്ന വേർഡും, ക്രെഡിറ്റ് ലൈൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ടു എന്ന വേർഡാണ്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കിയാൽ ചിലപ്പോൾ ഈ ബൈയും ടൂവും കണ്ടെന്ന് വരില്ല. പക്ഷേ നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ഈ ബൈയും ടൂവും ഒന്ന് ഉപയോഗിച്ച് പഠിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമാകും. ഫസ്റ്റ് ലൈൻ എപ്പോഴും ബൈയും സെക്കൻഡ് ലൈൻ ടൂവിലും നിങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് പോസ്റ്റിംഗ്? ലെഡ്ജറിലോട്ട്
ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യുന്ന പ്രോസസ്സാണ് പോസ്റ്റിംഗ്. പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ പോകാനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് ഞാൻ ഈ പറയുന്നത്. എന്തായാലും ഒന്നാമത്തെ കാര്യം ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണമെന്നാണല്ലോ നമ്മൾ പറഞ്ഞത്, കണ്ടുപിടിച്ച് കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ലൈനിൽ എൻ്റർ ചെയ്യുക ബൈ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ DR. റൈറ്റ് സൈഡ് ഞാൻ DR എന്ന് കൊടുത്തിട്ടുണ്ട്. ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതാണ് ജേണലിൻ്റെ ഒരു ഫോർമാറ്റ്. ജേണൽ നമ്മൾ എൻ്റർ ചെയ്യുന്നത് എപ്പോഴും ഒരു ബൈ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഈ ബൈയും ടൂവും ടെക്സ്റ്റ് ബുക്കിലൊന്നും ചിലപ്പോൾ കാണത്തില്ല, എങ്കിലും അത് ഉണ്ട് എന്ന് അസ്യൂം ചെയ്യുക. അത് ഉള്ളതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പം. സോ ബൈ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. അപ്പോഴും ഞാൻ ബ്രാക്കറ്റിൽ റെഡ് മാർക്കിൽ കൊടുത്തിരിക്കുന്നത് ആസ്പെക്ട് 1 ആസ്പെക്ട് 2. ശരിയാണ്, ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസിന് 2 ആസ്പെക്റ്റാണുള്ളത്, ക്യാഷും ക്യാപിറ്റലും. അപ്പം ആ 2 ആസ്പെക്റ്റുകളാണ് നമ്മൾ ജേണലിലേക്ക് കൊണ്ടുവരുന്നത് എന്നാണ് ഇതിൻ്റെ മീനിങ്. ഏതൊരു ട്രാൻസാക്ഷനും 2 ആസ്പെക്റ്റുകൾ മിനിമം ഉണ്ട്. ആ ആസ്പെക്റ്റുകളാണ് നമ്മൾ അക്കൗണ്ടുകളായിട്ട് എൻ്റർ ചെയ്യേണ്ടത്. അപ്പം ബൈ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്നെഴുതി. ഇനി ബൈ ക്യാഷ് അക്കൗണ്ടിന് നേരെയുള്ള എമൗണ്ട് നമ്മൾ എഴുതുന്നത് എമൗണ്ട് കോളം ഡെബിറ്റ് എമൗണ്ട് കോളത്തിലും, ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞതിൻ്റെ എമൗണ്ട് നമ്മൾ എഴുതേണ്ടത് ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിലുമാണ് എഴുതേണ്ടത്. കൂടാതെ ജേണലിൻ്റെ ഫോർമാറ്റിൽ പർട്ടിക്കുലർസ് കോളത്തിൽ ഞാനൊരു ബ്രാക്കറ്റിൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ₹10,000 എന്ന് ബ്രാക്കറ്റിലും കൊടുത്തിട്ടുണ്ട്. അത് നറേഷൻ എന്നാണ് വിളിക്കുന്നത്. ഏതൊരു ട്രാൻസാക്ഷൻ നിങ്ങൾ എൻ്റർ ചെയ്താലും ജേണലിൽ എൻ്റർ ചെയ്യുമ്പോഴും നിങ്ങൾ നറേഷൻ നിർബന്ധമായിട്ടും കൊടുക്കണം. ഇപ്പം പല കുട്ടികളും പഠിക്കുന്ന സമയത്ത് നറേഷൻ കൊടുക്കുക. അപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നറേഷൻ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ പ്രാക്ടിക്കലി നിങ്ങളൊരു അക്കൗണ്ടൻ്റ് ആയിരിക്കുമ്പം 100% 100% നിങ്ങൾ നറേഷൻ കൊടുത്തിരിക്കണം. നറേഷൻ്റെ ഈ കൊടുത്ത കണക്ക് കൊടുക്കുകയും ചെയ്യരുത്. ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞ് സിമ്പിളായിട്ടൊന്നും കൊടുക്കരുത്. കൃത്യമായി ഒരു അവിടെ നടന്ന ട്രാൻസാക്ഷൻ എന്നത് കൃത്യമായി നിങ്ങൾ വിശദമായി തന്നെ നറേഷൻ കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾ എൻ്റർ ചെയ്യുന്ന ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് മാത്രം മനസ്സിലായാൽ പോരാ. നാളൊരു സമയത്ത് നിങ്ങൾ ആ സ്ഥാപനത്തിൽ നിന്ന് പോയാലും വേറൊരാൾ വന്ന് നോക്കുമ്പോൾ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ്, അയാളുടെ മനസ്സിൽ കുറേ ചോദ്യം വരും. എന്താണ് ക്യാപിറ്റൽ? ഇത് ആരാണ് കൊണ്ടുവന്നത്? എന്നാണ് കൊണ്ടുവന്നത്? എത്ര രൂപയാണോ കൊണ്ടുവന്നത്? ഏത് ബാങ്കിലാണ് കൊണ്ടുവന്നത്? ക്യാഷായിട്ടാണോ കൊണ്ടുവന്നത്? ബാങ്കിലാണോ കൊണ്ടുവന്നത്? ഓക്കെ, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് അയാളുടെ മനസ്സിൽ വരും. പക്ഷേ നിങ്ങൾ അക്കൗണ്ടൻ്റായി ഇരുന്നപ്പം കൊണ്ടുവന്ന ഈ തുക നിങ്ങളോട് ചോദിച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾ പറയാം അന്ന് അയാൾ SBI ബാങ്കിൽ ചെക്കാണ് തന്നിരുന്നത് എന്ന് നിങ്ങൾ ചിലപ്പം പെട്ടെന്ന് പറയും. പക്ഷേ നാളൊരു സമയത്ത് വേറൊരാൾക്ക് അത് അറിയണമെന്നില്ല. അപ്പം അത് അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വേരിഫയബിൾ, നിങ്ങൾ ബേസിക് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ, വേറൊരാൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ വേണം ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യാൻ. നിങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ എഴുതിയിട്ട് കാര്യമില്ല. അപ്പം നറേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പാക്റ്റ് ഉണ്ട്. പ്രാക്ടിക്കലി നിങ്ങൾ അക്കൗണ്ടൻ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ ഇപ്പം ഞങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ഇവിടെ കണക്കുകളുമായിട്ട് പലരും വരാറുണ്ട്. വരുമ്പം നറേഷൻ പോയിട്ട് നറേഷനേ കാണാറില്ല, ചുമ്മാ ജേണൽ എൻട്രി അടിച്ചടിച്ച് വെക്കും. പക്ഷേ ലാസ്റ്റ് നമ്മൾ എന്ത് പാടുപെട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പം മറ്റൊരാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഉറപ്പായിട്ടും ട്രാൻസാക്ഷൻസിൻ്റെ ഒരു ഡെസ്ക്രിപ്ഷൻ നമ്മൾ നറേഷനിൽ കൊടുത്തിരിക്കണം. ഇപ്പം പരീക്ഷ ഒക്കെ ചെയ്യുന്ന പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഒന്നും വേണ്ടി വരത്തില്ല, സിമ്പിളായിട്ട് കൊടുത്താൽ മതി. പക്ഷെ പ്രാക്ടിക്കലി നിങ്ങളൊരു അക്കൗണ്ടൻ്റ് ആയിട്ടിരിക്കുമ്പോൾ ഉറപ്പായിട്ടും അത് ചെയ്തിരിക്കണം. ഇനി ഇവിടെ മറ്റു ചില കാര്യങ്ങളുണ്ട്. ലെഡ്ജർ ഫോളിയോ. അപ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻസ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്തു. ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അതിൻ്റെ 2 ആസ്പെക്റ്റുകൾ കണ്ടുപിടിച്ചു. ഇനി അതിൽ ഒന്നാമത്തെ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ എന്ന് കണ്ടുപിടിച്ചത് നമ്മൾ മോഡേൺ റൂളാണ് ഫോളോ ചെയ്തത്. ഒന്നാമത്തെ ആസ്പെക്റ്റ് ക്യാഷ് ആയിരുന്നു. മോഡേൺ റൂൾ പ്രകാരം ക്യാഷ് അസറ്റ് ആയതുകൊണ്ട് കൂടിയത് കൊണ്ട് ഡെബിറ്റ് ചെയ്തു. ക്യാപിറ്റൽ ലൈബിലിറ്റി ആയതുകൊണ്ട് കൂടിയത് കൊണ്ട് ക്രെഡിറ്റ് ചെയ്തു. അപ്പം ഡെബിറ്റ് ചെയ്തത് ഫസ്റ്റ് ബൈ ക്യാഷ് അക്കൗണ്ട്, ഫസ്റ്റ് ലൈൻ ഡെബിറ്റ് ആണ്, DR എന്ന് ഇട്ടേക്കുന്നുണ്ടല്ലേ. അപ്പോൾ ബൈ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 10,000 ഡെബിറ്റ് ചെയ്തു, ടു ക്യാപിറ്റൽ അക്കൗണ്ട് 10,000 ക്രെഡിറ്റും ചെയ്തു. ഇത്രയും കഴിഞ്ഞു. അപ്പോൾ ജേണൽ എങ്ങനെയാണ് ജേണലിൽ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ജേണലിന് ഡേറ്റ് കോളം ഉണ്ട്, പർട്ടിക്കുലർസ് കോളം ഉണ്ട്, ലെഡ്ജർ ഫോളിയോ കോളം ഉണ്ട്, എമൗണ്ട് കോളം ഉണ്ട്, എമൗണ്ട് കോളം ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞു. ജേണലിന് നറേഷനും ഉണ്ട്. ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നറേഷൻ കൊടുക്കുകയും വേണം. ഇനി പരീക്ഷയ്ക്ക് ഈ റെഡ് മാർക്ക് ചെയ്തത് നിങ്ങൾ പരീക്ഷയ്ക്ക് ഒന്നും എഴുതി വെക്കരുത്. പ്രാക്ടിക്കലി നിങ്ങൾ എഴുതുകയും വേണ്ട. ആസ്പെക്ട് 1 ആസ്പെക്ട് 2 ഞാൻ റെഡ് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എഴുതി എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇവിടെ മറ്റൊരു കാര്യം, ഒരു കോളം നമ്മൾ പറയാതെ പോയേക്കുന്നത് ലെഡ്ജർ ഫോളിയോ കോളമാണ്. ഈ ലെഡ്ജർ ഫോളിയോ കോളത്തിൽ ഞാൻ ഗ്രീൻ മാർക്ക് ചെയ്തിട്ട് ഒരു 5 എന്നും 12 എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലേ. പല കുട്ടികൾക്കും ഇന്ന് പഠിക്കുന്ന പല കുട്ടികളോടും ലെഡ്ജർ ഫോളിയോ കോളത്തിൻ്റെ ഇമ്പാക്റ്റ് എന്തിനാണ് ലെഡ്ജർ ഫോളിയോ കോളം എഴുതുന്നതെന്ന് ചോദിച്ചാൽ പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. അതും കൂടെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഗ്രീൻ മാർക്ക് ചെയ്തിട്ട്
ലെഡ്ജർ ഫോളിയോ കോളം ഇവിടെ നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, പല കുട്ടികൾക്കും ഇപ്പോഴും അറിയില്ല ഈ ലെഡ്ജർ ഫോളിയോ കോളം എന്തിനാണ് ഫോളോ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ആ ലെഡ്ജർ ഫോളിയോ കോളം എന്തിനാണ് ഫോളോ ചെയ്യുന്നതിന് വേണ്ടി മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ ഗ്രീൻ മാർക്ക് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ എൻ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനത് കൃത്യമായിട്ട് പറഞ്ഞു തരാം എന്തിനാണ് ലെഡ്ജർ ഫോളിയോ കോളം ഫോളോ ചെയ്യുന്നതെന്നുള്ളത്. അപ്പം അതിനു മുമ്പ് ജേണലിൽ നിന്നും ട്രാൻസാക്ഷൻ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ജേണൽ ഫോളിയോയും ലെഡ്ജർ ഫോളിയോയും എന്താണെന്ന് കറക്റ്റായിട്ട് ഇവിടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് പറഞ്ഞു തരാം. ഓക്കെ, നമുക്ക് നോക്കാം. ഈ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 10,000 ടു ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റർ, ഞാൻ അവിടെ ഒരു CR മാർക്ക് ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ടെക്സ്റ്റ് ബുക്കിലൊന്നും ഇതില്ല കേട്ടോ. ഒന്നാമത്തെ ലൈൻ ഡെബിറ്റ് ലൈനും രണ്ടാമത്തെ ലൈൻ ക്രെഡിറ്റ് ലൈനും ആണ്. ഇത് ആണ്, പക്ഷേ ടെക്സ്റ്റിലൊന്നും അങ്ങനെ കാണാറില്ല. പക്ഷേ നിങ്ങൾക്ക് ഇത് ബേസിക് ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ എൻ്റർ ചെയ്തത്. അപ്പം ബൈ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റർ, ക്രെഡിറ്റ്, ഡെബിറ്റ് ഓർ ക്രെഡിറ്റ്. ഇനി നമ്മൾ ക്യാഷ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റും ഉണ്ട്, ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജേണൽ നോക്കിയപ്പം ക്യാഷ് എന്ന് പറഞ്ഞൊരു ആസ്പെക്റ്റും ഉണ്ട്, ക്യാപിറ്റൽ എന്ന് പറഞ്ഞൊരു ആസ്പെക്റ്റും ഉണ്ട്. അപ്പോൾ ജേണൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു ഒന്ന് സങ്കല്പിക്കുക. ഇനി നമ്മൾ ലെഡ്ജറിലേക്ക് പോവുകയാണ്. അപ്പോൾ ലെഡ്ജർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഓരോ ആസ്പെക്റ്റിനും ഓരോ ലെഡ്ജർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, T ഷേപ്പിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം ക്യാഷ് എന്ന പേരിൽ ഞാനൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്താണ്ട് ഇത് ക്യാഷ് എന്ന് പറഞ്ഞ് ഞാനൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അതിനൊരു ഡേറ്റ് കോളം, പർട്ടിക്കുലേഴ്സ് കോളം, ജേണൽ ഫോളിയോ കോളം, എമൗണ്ട് കോളം, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ എമൗണ്ട്, അത് ഞാൻ വരച്ചു. ഒരു പേജ്, അടുത്ത പേജ് എടുത്തു. ഇത് പ്രാക്ടിക്കലിയാണ് ഞാൻ പറയുന്നത്, പഠിക്കുന്നതിന് വേണ്ടിയല്ല. അടുത്ത പേജ് എടുക്കുന്നു, ഞാൻ അതിന് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഹെഡിങ് കൊടുക്കുന്നു, ഈ പറയുന്ന കോളം എല്ലാം കൊടുത്തു. ഇനി ഞാൻ ഇത് പോസ്റ്റ് ചെയ്യണം. എവിടെ നിന്ന് പോസ്റ്റ് ചെയ്യണം? ജേണലിൽ നിന്ന് പോസ്റ്റ് ചെയ്യണം. അപ്പോൾ ജേണലിൽ ഇത് ബൈ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്നല്ലേ കിടക്കുന്നത്. ഈ ട്രാൻസാക്ഷനെയാണ് നമ്മൾ ലെഡ്ജറിലേക്ക് കൊണ്ടുപോകേണ്ടത്. ഇവിടെ കൃത്യമാണ്, നിങ്ങൾ നോക്കിയാൽ മതി. ബൈ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് നമ്മുടെ ജേണൽ. അപ്പോൾ ഇത് എവിടൊക്കെയാണ് എൻ്റർ ചെയ്യേണ്ടത്? ക്യാഷ് അക്കൗണ്ടിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് പ്രകാരം ഏതൊരു ട്രാൻസാക്ഷൻ രണ്ട് വ്യത്യസ്തമായ അക്കൗണ്ടുകളിൽ എൻ്റർ ചെയ്യണം എന്ന് കൃത്യമായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് റൂൾ പ്രകാരം നമ്മൾ ജേണൽ പ്രിപ്പയർ ചെയ്യുകയും ചെയ്തു. ഇനി ഇത് ജസ്റ്റ് പോസ്റ്റ് ചെയ്യുന്ന ജോലിയേ ഉള്ളൂ. ഇവിടെ കൃത്യമാണ്, നിങ്ങൾ ഒരു കാര്യം ഓർത്തിരുന്നാൽ മതി. ഏതൊരു അക്കൗണ്ടിൻ്റെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡിലാണെങ്കിൽ ഒരു 2ഉം ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ ഒരു ബൈയുമായിരിക്കും. ഓക്കെ, ഏതൊരു അക്കൗണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ഡെബിറ്റ് സൈഡിൽ ഒരു 2ലും ക്രെഡിറ്റ് സൈഡിലും ബൈയിലുമായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കൃത്യമായി ഇതാണ്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഡെബിറ്റ് ലൈന് ബൈയും ക്രെഡിറ്റ് സൈഡ് 2 ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ക്യാഷ് അക്കൗണ്ടിൽ എന്താണ് എഴുതുക. അപ്പോൾ ഒന്നാമത്തെ ലൈൻ ക്യാഷ് അക്കൗണ്ട്, നമുക്ക് ക്യാഷ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാം. നമ്മൾ തീരുമാനം എടുത്തു, നമ്മൾ ഈ ജേണൽ ക്യാഷ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ പറഞ്ഞത്? ക്യാഷ് അക്കൗണ്ടിൽ ടു ക്യാപിറ്റൽ എന്ന് എഴുതണം 10,000 രൂപ. എന്താണ്? ക്യാഷ് അക്കൗണ്ടിൽ ക്യാഷ് അക്കൗണ്ട് ആയ ആസ്പെക്ട് 1ൽ 10,000 രൂപ ടു ക്യാപിറ്റൽ എന്ന് എഴുതണം. ഈ ജേണലിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. എന്താണ്? ബൈ ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്ന ആസ്പെക്ട് 1 എന്ന് പറയുന്ന അക്കൗണ്ടിൽ 10,000 രൂപ ടു ക്യാപിറ്റൽ എന്ന് എഴുതണം. അപ്പോൾ നമുക്ക് നോക്കാം. ക്യാഷ് അക്കൗണ്ട് എടുത്തിട്ട് ആസ്പെക്ട് 1 ആയ ക്യാഷ് അക്കൗണ്ട് എടുത്തിട്ട് ടു ക്യാപിറ്റൽ എന്ന് എഴുതുക. കാരണം ഈ 2 എന്ന് പറയുന്ന ഡെബിറ്റ് സൈഡ് ആണെങ്കിൽ 2യിലേ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ അവിടെ 10,000 എഴുതി. ഇനി അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ആസ്പെക്ട് എങ്ങനെ നമുക്ക് എഴുതുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിങ്ങൾ ബൈ ക്യാഷ് എന്ന് എഴുതുക. ക്യാപിറ്റൽ അക്കൗണ്ടായ ആസ്പെക്ട് 2ൽ എന്തായിരിക്കും എഴുതേണ്ടത്? ബൈ ക്യാഷ് എന്ന് എഴുതുക. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് എടുത്തിട്ട് അവിടെ ആസ്പെക്ട് 2 ആണ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഒരിക്കലും ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതില്ല, ഓപ്പോസിറ്റ് അക്കൗണ്ടിന്റെ പേരെ എഴുതത്തുള്ളൂ. ഓപ്പോസിറ്റ് അക്കൗണ്ട് എന്താണ്? ഈ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഓപ്പോസിറ്റ് ക്യാഷ് അക്കൗണ്ട് ആണ്. പക്ഷെ അതിൽ കൃത്യമായി പറയുന്നത് ബൈ ക്യാഷ് എന്നാണ് എഴുതേണ്ടത്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ ക്യാഷ് എന്ന് എഴുതണമെങ്കിൽ അത് ക്രെഡിറ്റ് സൈഡിലാണ്. കാരണം ക്രെഡിറ്റ് സൈഡ് എപ്പോഴും ബൈയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ബൈ ക്യാഷ് അക്കൗണ്ട് 10,000 കഴിഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് ജേണൽ എൻട്രി എങ്കിൽ ക്യാഷ് അക്കൗണ്ടിൽ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതുക, ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ ക്യാഷ് എന്ന് എഴുതുക. ക്യാഷ് അക്കൗണ്ടിൽ ടു ക്യാപിറ്റൽ എന്ന് എഴുതുക, ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ ക്യാഷ് എന്ന് എഴുതുക. പരിപാടി കഴിഞ്ഞു. രണ്ട് സൈഡിലും ഡെബിറ്റും ക്രെഡിറ്റും എഴുതി. ഇനി നിങ്ങൾക്ക് അറിയാത്ത, ചെറിയ കുട്ടികൾക്ക് അറിയാത്ത ഒരു കാര്യം ഇവിടെ പറയാം. എന്താണ് ജേണൽ ഫോളിയോയും ലെഡ്ജർ ഫോളിയോയും? ഇവിടെ
ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ ഈ ട്രാൻസാക്ഷൻ കിടക്കുന്നത്, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ കിടക്കുന്നത് പേജ് നമ്പർ 4-ലാണെന്ന് സങ്കല്പിക്കുക. അതൊരു രജിസ്റ്റർ ആണല്ലോ, പേജ് നമ്പർ 4-ലാണെങ്കിൽ. ഓക്കെ, ഇനി ലെഡ്ജർ എന്ന് പറയുന്ന രജിസ്റ്ററിൽ ക്യാഷ് അക്കൗണ്ട് കിടക്കുന്നത് പേജ് നമ്പർ 5-ലാണെന്ന് സങ്കല്പിക്കുക. ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് കിടക്കുന്നത് പേജ് നമ്പർ 12-ലാണെന്ന് സങ്കല്പിക്കുക. കാരണം ഇതെല്ലാം നമ്മൾ രജിസ്റ്റർ ആയിട്ട് കീപ്പ് ചെയ്യുകയാണല്ലോ, മാനുവൽ കീപ്പ് ചെയ്യുന്ന കാര്യമാണ് ഈ പറയുന്നത്. അങ്ങനെ കീപ്പ് ചെയ്യുമ്പോൾ എല്ലാത്തിനും ഏതൊരു രജിസ്റ്ററിനും ഒരു പേജ് നമ്പർ ഉണ്ട്. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ഏത് പേജിലാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ജേണലിൻ്റെ പേജ് നമ്പർ 4-ഉം ലെഡ്ജറിൽ ക്യാഷ് അക്കൗണ്ടിൻ്റെ പേജ് നമ്പർ 5-ഉം ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ 12-ഉം ആണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഇനി എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം. ബൈ ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്ന ട്രാൻസാക്ഷന് നേരെ ഞാൻ ലെഡ്ജർ ഫോളിയോ 5 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ ക്യാഷ് അക്കൗണ്ട് ഞാൻ ലെഡ്ജറിലെ 5-ാമത്തെ പേജിലാണ് എൻ്റർ ചെയ്യാൻ പോകുന്നത്. അത് നോക്കിയേ, കണ്ടോ, ക്യാഷ് അക്കൗണ്ട് 5-ാമത്തെ പേജിലല്ലേ, ഈ 5 ഞാൻ ഇവിടെ എൻ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ ക്യാപിറ്റൽ അക്കൗണ്ടോ 12 ഇതാ നോക്കിയേ, ക്യാപിറ്റൽ അക്കൗണ്ട് എത്രാമത്തെ പേജിലാണ്? 12-ാമത്തെ പേജിലാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ജേണൽ ഫോളിയോയും ലെഡ്ജർ ഫോളിയോയും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജേണലിൽ കിടക്കുന്ന ട്രാൻസാക്ഷൻ ലെഡ്ജറിൽ ഏത് പേജിലാണ് എൻ്റർ ചെയ്തത് എന്ന് അറിയുന്നതിന് വേണ്ടി നമ്മൾ ആ പേജ് നമ്പർ ഇവിടെ എന്ത് ചെയ്യണം? കൊടുക്കണം. അതാണ് ജേണൽ ഫോളിയോ. അപ്പോൾ ലെഡ്ജർ ഫോളിയോ എന്താണ്? അത് നോക്കിയേ, ലെഡ്ജർ ഫോളിയോ ക്യാഷ് അക്കൗണ്ടിൽ ടു ക്യാപിറ്റൽ എന്ന് എഴുതി. അവിടെ നമ്മൾ ഓപ്പോസിറ്റ് ജേണൽ ഫോളിയോ ആണ് കിടക്കുന്നത്, JF ആണ്. അവിടെ ഞാൻ ഇട്ടേക്കുന്ന നമ്പർ 4 ആണ്. എന്തുകൊണ്ടാണ്? ഈ ട്രാൻസാക്ഷൻ ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ 4-ാമത്തെ പേജിൽ നിന്നാണ് വന്നിരിക്കുന്നത്. പെട്ടെന്ന് ഈ ട്രാൻസാക്ഷൻ എവിടെ നിന്ന് വന്നു എന്ന് നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ജേണൽ ബുക്ക് എടുത്തിട്ട് മറിച്ചിട്ട് 4-ാമത്തെ പേജ് നോക്കിയാൽ ഈ ട്രാൻസാക്ഷൻ അവിടെ കാണും. കാരണം ഇത് ജേണൽ ഫോളിയോ ലെഡ്ജർ ഫോളിയോ നമ്മൾ എഴുതി പ്രാക്ടിക്കലി ചെയ്യുന്ന സമയത്ത് പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ട്രാൻസാക്ഷൻ എവിടെ നിന്നാണ് വന്നതെന്ന് കണ്ടുപിടിക്കാൻ പാടാണ്. അപ്പോൾ ഉറപ്പായിട്ട് ഇത് ഫോളോ ചെയ്താണ് മാനുവലി അക്കൗണ്ട്സ് തയ്യാറാക്കുന്നത്. ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഞാനിത് നിങ്ങളുടെ അറിവിലേക്കായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്, ജേണൽ ഫോളിയോയും ലെഡ്ജർ ഫോളിയോയും. ഇനി ഒരിക്കലും അറിയില്ല എന്ന് പറയരുത്. അത് എങ്ങനെ എഴുതണമെന്നും അതിൻ്റെ ഒരു എക്സാമ്പിൾ സഹിതവും ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ അപ്പം ജേണലിൻ്റെ ഫോർമാറ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു, ലെഡ്ജറിൻ്റെ ഫോർമാറ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒരു ജേണൽ 2 ലെഡ്ജർ അക്കൗണ്ട്സുകളിൽ 2 അക്കൗണ്ട്സുകളിലാണ് എൻ്റർ ചെയ്യേണ്ടത്. ഒന്ന് ഡെബിറ്റ് സൈഡിലാണെങ്കിൽ മറ്റത് ക്രെഡിറ്റ് സൈഡിലാണ് എൻ്റർ ചെയ്യേണ്ടത്. ഡെബിറ്റ് സൈഡിൽ എൻ്റർ ചെയ്യുന്നതെല്ലാം 2-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ക്രെഡിറ്റ് സൈഡിൽ എൻ്റർ ചെയ്യുന്നതെല്ലാം ബൈയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജേണലിൽ തന്നെ 2 ലൈനാണുള്ളത്. അത് ആദ്യത്തത് ബൈയിലും 2-ാമത്തെ 2-ലും, ആദ്യത്തെ ഡെബിറ്റും 2-ാമത്തെ ക്രെഡിറ്റുമാണ്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് തുടർന്ന് അങ്ങോട്ട് ഈസി ആയിട്ട് കവർ ചെയ്യാൻ കഴിയും. ഓക്കെ, ദെൻ നമ്മൾ അടുത്ത മേഖലയിലേക്ക് പോവുകയാണ്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ജേണൽ എന്താണെന്ന് പഠിച്ചു, ജേണലിൽ എങ്ങനെ എൻ്റർ ചെയ്യാമെന്ന് പഠിച്ചു, ലെഡ്ജർ എന്താണെന്ന് പഠിച്ചു. അപ്പോൾ ലെഡ്ജറിലും നമ്മൾ ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്തതിന് ശേഷം, അപ്പോൾ ഇത് നിങ്ങൾ തിയറി ഇങ്ങനെ കേട്ടിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് തിയറി പ്രോബ്ലം ഒന്നിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. നമുക്ക് പ്രോബ്ലത്തിന് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ടാണ് പ്രോബ്ലം ഇടുന്നത്. അവിടെ ഞാൻ ഇത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് ഇതെങ്ങനെ പോസ്റ്റ് ചെയ്യാം, എങ്ങനെയാണ് റൂൾസ് ഓരോന്നും ഓരോ ട്രാൻസാക്ഷനും ചെക്ക് ചെയ്യുന്നതെന്നൊക്കെ പ്രോബ്ലത്തിൽ ഞാൻ കവർ ചെയ്യുന്നുണ്ട്. അവിടെ നിങ്ങൾ ഉറപ്പായിട്ടും പ്രോബ്ലം വാച്ച് ചെയ്യണം, എങ്കിലാണ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് കവർ ചെയ്യാൻ കഴിയുന്നത്. ഇനി നമ്മൾ ലെഡ്ജറിൽ ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ലെഡ്ജർ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. ലെഡ്ജർ ബാലൻസ് ചെയ്യുക, അതായത് നമ്മൾ ടോട്ടൽ കൂട്ടുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുകയോ, ഏതാണ് കൂടി നിൽക്കുന്നത് ഏതാണ് കുറഞ്ഞിരിക്കുന്നതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, തുടർന്നുള്ള സ്റ്റെപ്പ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ബാലൻസിങ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ് എന്നാണ് പറയുന്നത്. എന്താണ് ബാലൻസിങ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ? അക്കൗണ്ട്സ് ഇൻ ദി ലെഡ്ജർ ആർ, ലെഡ്ജർ എന്ന് പറയുന്ന വലിയ ബുക്കിൽ ഒരുപാട് അക്കൗണ്ട്സ് ഉണ്ട്. ആ ഓരോ അക്കൗണ്ട്സ് ഇൻ ദ ലെഡ്ജർ ആർ പീരിയോഡിക്കലി ബാലൻസ്. ഒരു കൃത്യസമയത്തിനുള്ളിൽ നമ്മൾ ഇടവേളകൾ തോടും നമുക്ക് പല സമയത്ത് നമുക്കിത് ബാലൻസ് ചെയ്ത് പോകുന്നതാണ്. എപ്പോഴും മാസത്തിൽ ഒരു പ്രാവശ്യം ബാലൻസ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ ആഴ്ചയിൽ ബാലൻസ് ചെയ്യാം, അതല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ബാലൻസ് ചെയ്യാം. എന്തായാലും ഇത് ബാലൻസ് ചെയ്യണം. കാരണം എന്നിട്ട് നമ്മൾ ട്രയൽ ബാലൻസ് എടുത്ത് നോക്കണം, മിസ്റ്റേക്കുകൾ ഉണ്ടോ ഇല്ലയോ. വലിയ ഫേംസ് ഒക്കെ ആണെങ്കിൽ ഇതെല്ലാം ഇയർ എൻഡിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ പലപ്പോഴും നടക്കില്ല, തെറ്റും, പിന്നെ കണ്ടുപിടിക്കാൻ പാടാണ്. അപ്പോൾ പീരിയോഡിക്കലി അത് ചെയ്താൽ നമ്മുടെ ജോലി ഭാരം കുറഞ്ഞു കിട്ടും.
അപ്പം ബാലൻസ്ഡ് ജനറലി അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് ഇയർ. സാധാരണ ചെയ്യുന്നത് അക്കൗണ്ടിങ് ഇയറിൻ്റെ എൻഡിലാണ്. ചെറിയ ഫേംസ് ഒക്കെ ആണെങ്കിൽ ഓക്കെ, പക്ഷേ വലിയ ഫേംസ് ആണെങ്കിൽ ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. വിത്ത് ദ ഒബ്ജക്റ്റ് ഓഫ് അസർട്ടൈനിങ് ദ നെറ്റ് പൊസിഷൻ ഓഫ് ഈച്ച് അക്കൗണ്ട്. ഓരോ അക്കൗണ്ടുകളുടെയും നെറ്റ് പൊസിഷൻസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ലെഡ്ജർ ബാലൻസ് ചെയ്യുന്നത്. അപ്പം എന്തായാലും നിർബന്ധമായിട്ടും ഇയർ എൻഡിൽ നമ്മൾ ബാലൻസ് ചെയ്തിരിക്കണം. അപ്പോൾ എന്താണ് ബാലൻസിങ് എപ്പോഴാണ് ചെയ്യുന്നത്? മിനിമം ഇയർ എൻഡിൽ, അല്ലെങ്കിൽ പീരിയോഡിക്കലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്കൊക്കെ ചെയ്യാം. എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? ആ ലെഡ്ജറിൻ്റെ നെറ്റ് പൊസിഷൻ, ആ നെറ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ അതിന് ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണോ, ഡെബിറ്റ് സൈഡാണോ കൂടിക്കിടക്കുന്നത് ക്രെഡിറ്റ് സൈഡാണോ കൂടിക്കിടക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാലൻസിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോഴൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഉദിക്കുന്നുണ്ട്. നമുക്ക് അക്കൗണ്ടുകൾ പലതരത്തിലാണ് അല്ലേ? ഒരുപാട് നമ്മളിപ്പം മോഡേൺ റൂളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ, ഇനി മോഡേൺ ആണെങ്കിലും ട്രഡീഷണൽ ആണെങ്കിലും നിങ്ങൾ ഈ മോഡേൺ കൺസെപ്റ്റിൽ തന്നെ ബാലൻസിങ്ങിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചോ. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ക്യാപിറ്റൽ, ലൈബിലിറ്റി, അസറ്റ്. ഈ 3 തരത്തിലുള്ള അക്കൗണ്ടുകളാണെങ്കിൽ, അക്കൗണ്ടുകൾ പലതരത്തിലുണ്ട്, ഒരുപാട് അക്കൗണ്ട്സ് ഉണ്ട്. ഇതിനെ നമ്മൾ ആദ്യം ഒന്ന് ക്ലാസിഫൈ ചെയ്യണം. ബാലൻസിങ്ങിൻ്റെ റൂൾ ഇത്രയാണ്: ക്യാപിറ്റൽ, ലൈബിലിറ്റി, അസറ്റ്. ഈ 3 തരത്തിലുള്ള അക്കൗണ്ടുകൾ നിർബന്ധമായും ബാലൻസ് ചെയ്തിരിക്കണം. അപ്പോൾ ഏതൊക്കെയാണ് ബാലൻസ് ചെയ്യേണ്ടത്? ക്യാപിറ്റൽ, ലൈബിലിറ്റി, അസറ്റ്. ഈ 3 തരത്തിലുള്ള അക്കൗണ്ടുകളും നിർബന്ധമായും ബാലൻസ് ചെയ്തിരിക്കണം. ഈ ഐറ്റംസ് എവിടെയായിരിക്കും നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുമ്പോൾ കാണിക്കുന്നത്? ബാലൻസ് ഷീറ്റിലായിരിക്കും. ബാലൻസ് ഷീറ്റിലേക്ക് വേണ്ടിയുള്ളതാണ് ഏത്? ക്യാപിറ്റലും ലൈബിലിറ്റിയും അസറ്റും ബാലൻസ് ഷീറ്റിലാണ് നമ്മൾ ഷോ ചെയ്യുന്നത്. അപ്പം ഈ 3 ഐറ്റവും ഉറപ്പായിട്ടും ബാലൻസ് ചെയ്തിരിക്കണം. എന്നാൽ ഇൻകവും എക്സ്പെൻസും നമ്മൾ ക്ലോസ് ചെയ്യുകയാണ് പതിവ്. ആ വർഷത്തെ ഇൻകവും ആ വർഷത്തെ എക്സ്പെൻസും നമ്മൾ അവിടെ കൊണ്ട് ക്ലോസ് ചെയ്യും. സാധാരണഗതിയിൽ ഇൻകവും എക്സ്പെൻസിനും ഏതെങ്കിലും ഒരു സൈഡിലെ ട്രാൻസാക്ഷൻ കാണുകയുള്ളൂ. മറു സൈഡിൽ ഡെബിറ്റ് സൈഡിലാണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ മാത്രമേ കാണത്തുള്ളൂ, ക്രെഡിറ്റ് സൈഡിൽ ട്രാൻസാക്ഷൻ കാണില്ല. ഓക്കെ, അപ്പോൾ ബാലൻസ് ചെയ്യേണ്ട ഒരു സാഹചര്യം അവിടെ വരുന്നില്ല. അപ്പം നോർമൽ കേസിൽ ഇൻകവും എക്സ്പെൻസും ക്ലോസ് ചെയ്താൽ മാത്രം മതി. ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഇൻകം ഒരു ഡെബിറ്റ് സൈഡിലാണ് ട്രാൻസാക്ഷൻ എങ്കിൽ അതങ്ങ് ജസ്റ്റ് ടോട്ടൽ ചെയ്യുക, അതിന് ഡെബിറ്റ് ബാലൻസ്, അത്രയേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇവിടെ ഒരു ഗ്രീൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്, 3 സ്റ്റാറൊക്കെ കൊടുത്തിട്ടുണ്ട്. ചില സമയത്ത് ഇൻകത്തിൻ്റെയും എക്സ്പെൻസിൻ്റെയും അക്കൗണ്ടുകളും ബാലൻസ് ചെയ്യേണ്ടതായിട്ട് വരും. ഏത് സമയത്തറിയോ? ചില ഇൻകത്തിന് ഡെബിറ്റിലും ക്രെഡിറ്റിലും എൻട്രി വരും. അത് പ്രാക്ടിക്കൽ സിറ്റുവേഷനാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ സപ്പോസ് നമ്മൾ ചിലപ്പം എന്താ പറയുന്നത്, ഒരു കമ്മീഷൻ നമ്മൾ ഒരു പാർട്ടിക്ക് കമ്മീഷൻ നമ്മൾ കൊടുത്തു, പക്ഷേ അത് റോങ് ആയിപ്പോയാൽ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും? അതിനെ റിവൈസ് ചെയ്യും, ആ അക്കൗണ്ടിൽ തന്നെ റിവൈസ് ചെയ്യും. അല്ലെങ്കിൽ ഒരാൾക്ക് റെൻറ്റ് കൊടുത്തു, എക്സസ് ആയിപ്പോയി, നമ്മൾ ചിലപ്പോൾ അതൊന്ന് റിവൈസ് ചെയ്യും. അപ്പോൾ നോമിനൽ ലെഡറുകളിലും, അതായത് ഇൻകത്തിലും എക്സ്പെൻസിലും ചിലപ്പം ഡെബിറ്റും ക്രെഡിറ്റും വരുന്ന സാഹചര്യങ്ങളുണ്ടാകും. അപ്പോൾ ബാങ്കിൻ്റെ കാര്യം നിങ്ങൾക്ക് എടുത്താൽ ബാങ്ക് ചാർജസ് അല്ലേ, നിങ്ങൾ ബാങ്കിൻ്റെ ബാങ്ക് ചാർജ് നോക്കിയാൽ മതി. ബാങ്ക് ചാർജസ് എപ്പോഴും നമുക്ക് എക്സ്പെൻസ് ആയിട്ടാണ് വരേണ്ടത്. പക്ഷേ എക്സസ് ബാങ്ക് ചാർജ് ചിലപ്പം ബാങ്ക് ഈടാക്കാറുണ്ട് ചില സമയത്തൊക്കെ. അപ്പോൾ അവർ കറസ്പോണ്ടിങ് ക്രെഡിറ്റ് തരും. അങ്ങനെ ഡെബിറ്റും ക്രെഡിറ്റും ചിലപ്പം വരാറുണ്ട് ട്രാൻസാക്ഷനുകളിൽ. അങ്ങനെ ഏതെങ്കിലും നോമിനൽ ലെഡ്ജറിന് ഡെബിറ്റും ക്രെഡിറ്റും വന്നിട്ടുണ്ടെങ്കിൽ, 2 സൈഡിലും ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ അത് ബാലൻസ് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി ഇൻകവും എക്സ്പെൻസും നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുമ്പോൾ എവിടെയാണ് പോസ്റ്റ് ചെയ്യുന്നത്, എവിടെയാണ് നമ്മൾ ഷോ ചെയ്യുന്നത്? അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലാണ്. ഞാനിവിടെ ജസ്റ്റ് P&L അക്കൗണ്ട് എന്ന് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പക്ഷേ അങ്ങനെയല്ല, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് അക്കൗണ്ട് ഉണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്. ചിലപ്പോൾ ഉള്ളത് P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞും ചില സാഹചര്യങ്ങൾ പാർട്ട്ണർഷിപ്പിൻ്റെ കേസിലൊക്കെ വരാറുണ്ട്. അപ്പോൾ എന്തായാലും ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലാണ് നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുമ്പോൾ നമുക്ക് ഷോ ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും ബാലൻസ് ചെയ്യേണ്ടത് ഏതൊക്കെ അക്കൗണ്ടാണ്? ക്യാപിറ്റലും ലൈബിലിറ്റിയും അസറ്റും ഉറപ്പായിട്ടും ബാലൻസ് ചെയ്യണം. ഇൻകവും എക്സ്പെൻസും നോർമലി ടോട്ടൽ ചെയ്തിടുക. പക്ഷേ 2 സൈഡിലും ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും ബാലൻസ് ചെയ്തിരിക്കണം. ഇനി ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ഞാൻ ഒരു ചെറിയ ഒരു പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം. ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതൊരു ക്യാഷിൻ്റെ അക്കൗണ്ടാണെന്ന് സങ്കല്പിക്കുക. ഈ ക്യാഷ് അക്കൗണ്ട്, അതിന് പേജ് നമ്പറൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് പേജ് 2 കൊടുത്തിട്ടുണ്ട്, ഫർണിച്ചർ അക്കൗണ്ട് പേജ് 3 കൊടുത്തിട്ടുണ്ട്, ട്രാവലിംഗ് അക്കൗണ്ട് പേജ്
3 തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് 3 മാറ്റി 4 ആക്കാം. ഓക്കെ, നോ ഇഷ്യൂ. ഇനി ഇപ്പോൾ നിങ്ങൾ ജേണൽ തയ്യാറാക്കിയതിന് ശേഷം ക്യാഷിൻ്റെ ലെഡ്ജറാണിത് സങ്കല്പിക്കുക. നമ്മൾ ക്യാഷിൻ്റെ ലെഡ്ജർ തയ്യാറാക്കിയപ്പോൾ നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ ഒരു 2 ട്രാൻസാക്ഷൻ ഉണ്ട് എന്ന് സങ്കല്പിക്കുക. ഡെബിറ്റ് സൈഡിൽ ഒരു ട്രാൻസാക്ഷൻ ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഇങ്ങനെ ഒരു ക്യാഷിൻ്റെ ലെഡ്ജർ നിങ്ങൾ കൈ കിട്ടിയാൽ എങ്ങനെയാണ് ഇത് ബാലൻസ് ചെയ്യുന്നത്? ബാലൻസിങ്ങിൻ്റെ പ്രൊസീജിയർ എന്താണ്? അതാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. അതായത് ഇവിടെ നോക്കുമ്പം ഡെബിറ്റ് സൈഡിൽ 10,000 രൂപയാണുള്ളത് അല്ലേ, 10,000. ക്രെഡിറ്റ് സൈഡിൽ 2,500-ഉം 500-ഉം, സോ 3,000 ഏകദേശം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഈ ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് ആണോ അതോ ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് ആണോ കൂടുതലെന്ന് നോക്കണം. നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഏതാണ് കൂടുതൽ? ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് ആണ് കൂടുതൽ, 10,000. അങ്ങനെയാണെങ്കിൽ ഈ സെയിം എമൗണ്ട് നിങ്ങൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? ക്രെഡിറ്റ് സൈഡിലെ ടോട്ടൽ കോളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത് ഏത് സൈഡാണ് കൂടുതലെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ആ ടോട്ടലാണ് ആദ്യം എൻ്റർ ചെയ്യേണ്ടത്. അതേ ടോട്ടൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതിനുശേഷം ഈ 10,000-ൽ നിന്നും 2,500-ഉം 500-ഉം മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര വരും? 7,000 വരും. അപ്പോൾ നമ്മുടെ ആൻസർ 7,000 ആണ്. കാരണം ഡെബിറ്റ് സൈഡ് 10,000-ഉം ക്രെഡിറ്റ് സൈഡ് 3,000-ഉമാണ്. അപ്പം നമുക്ക് ഡിഫറൻസ് 7,000. ലോജിക്കലി ചിന്തിച്ചാൽ 10,000 രൂപ വന്നു, അതിൽ 3,000 രൂപ പോയി, ബാലൻസ് 7,000 രൂപ അല്ലേ. അപ്പം ഈ 10,000 തൊട്ട് മുകളിലായിട്ട് ഇത് ടോട്ടൽ കോളമാണ്. ഡബിൾ ലൈൻ അടിച്ച് ടോട്ടൽ അടിക്കുക, ഇവിടെ ഡബിൾ ലൈൻ അടിക്കുക, ഇതേ 10,000 ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്യുക. അതിനുശേഷം ഇതിൽ നിന്ന് 3,000 രൂപ കുറച്ചിട്ട് 7,000 രൂപ എൻ്റർ ചെയ്യുക. ഈ 7,000-ന് നേരെ നമ്മൾ എന്താണ് എഴുതാൻ പോകുന്നത്? അവിടെ നമ്മൾ എഴുതുന്നത് ബൈ ബാലൻസ് ക്യാരി ഡൗൺ C/D എന്നാണ് എഴുതുന്നത്. നമ്മൾ ഇയർ എൻഡ് ആണെങ്കിൽ 31/3/2020 വർഷാവസാനത്തുള്ള ഡേറ്റ് കൊടുത്തിട്ടാണ്. അപ്പോൾ ഇവിടെ ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് ഞാൻ എന്താ ഇവിടെ അങ്ങ് എഴുതാതിരുന്നത്? അതങ്ങനെയാണ്. ഇടയ്ക്ക് നമ്മൾ ഒരു ലെഡ്ജർ പ്രിപ്പയർ ചെയ്തുകൊണ്ട് കുറച്ച് സ്പേസ് ഉണ്ടെങ്കിൽ നോർമലി ടോട്ടൽ കോളം എവിടെ കൊടുക്കുന്നു അതിന് തൊട്ട് മുകളിലാണ് നമ്മൾ ക്ലോസിംഗ് ബാലൻസ് എഴുതുന്നത്. അതിന് നേരെ ബൈ ബാലൻസ് ക്യാരിഡ്. എന്തുകൊണ്ടാണ് ഇത് ബൈ എന്ന് പറഞ്ഞ വേർഡ് വന്നത്? ഇത് ക്രെഡിറ്റ് സൈഡിലല്ലേ ഈ 7,000 വന്നത്. അതുകൊണ്ട് ബൈ ബാലൻസ് ക്യാരി ഡൗൺ ടു നെക്സ്റ്റ് ഇയർ എന്നാണ് അതിൻ്റെ ഒരു മീനിങ്. ക്യാരി ഡൗൺ നമ്മൾ ഈ ടോട്ടൽ വരെ നമ്മൾ ഈ ഫൈനാൻഷ്യൽ ഇയറും ഈ ടോട്ടലിന് താഴോട്ട് അടുത്ത ഫൈനാൻഷ്യൽ ഇയറുമാണ്. അപ്പം ടോട്ടൽ വരെയുള്ള ട്രാൻസാക്ഷൻസ് ഈ ഫൈനാൻഷ്യൽ ഇയർ ആണ്. അപ്പം നമ്മൾ ഫാദിലെ ലാസ്റ്റ് ട്രാൻസാക്ഷൻ ആണിത്. ഏതാണ്? ഈ ബാലൻസിങ് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ തൊട്ട് മുകളിലായിട്ട് 7,000 എഴുതിയത്. അതിന് നേരെ ബൈ ബാലൻസ് ക്യാരി ഡൗണിന് വരെ നമ്മൾ C/D എന്നാണ് സിമ്പിളായിട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ മീനിങ് ക്യാരി ഡൗൺ ടു നെക്സ്റ്റ് ഇയർ. ഈ 7,000 രൂപയെ നമ്മൾ അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ആയിട്ട് ഡൗൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 7,000 നമ്മൾ ഇനി എവിടെ എൻ്റർ ചെയ്യാൻ പോകുന്നത്? നേരെ താണ്ടാണ്ടോ ഇവിടെ അവിടെ നോക്കിയേ. ഈ 7,000 നമ്മൾ അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതും. അപ്പോൾ അടുത്ത വർഷത്തെ 1/4/2021 അടുത്ത ഫൈനാൻഷ്യൽ ഇയറിൽ 1/4/2020 അവിടെ നമ്മൾ ഡെബിറ്റ് സൈഡ് ആയതിനെ കൊണ്ട് ടു ബാലൻസ് B/D ബ്രോ ഡൗൺ ഫ്രം ദി ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷത്തെ ഇരുന്ന ബാലൻസ് നമ്മൾ ഡൗൺ ചെയ്ത് എഴുതി അല്ലേ, ബ്രോ ഡൗൺ ഫ്രം ദി ലാസ്റ്റ് ഇയർ. അപ്പം ഇതാണ് ബാലൻസിങ്ങിൻ്റെ പ്രൊസീജിയർ. ക്യാഷ് അക്കൗണ്ട് എങ്ങനെയാണ് ബാലൻസ് ചെയ്തത്? ആദ്യം ഏത് സൈഡാണ് കൂടുതലെന്ന് നോക്കി. ഇത് 10, ഇവിടെ 3. അപ്പോൾ 10,000 ആദ്യം ടോട്ടൽ ചെയ്തു. അത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് അതേപോലെ എൻ്റർ ചെയ്തു. അതിൽ നിന്ന് 3,000 കുറച്ച് 7,000 എടുത്തു. അതിന് നേരെ ക്രെഡിറ്റ് സൈഡ് ആയതുകൊണ്ട് ബൈ ബാലൻസ് ക്യാരി ഡൗൺ ടു നെക്സ്റ്റ് ഇയർ. ഇതേ ബാലൻസ് നമ്മളിവിടെ എഴുതി. ഓപ്പണിംഗ് സൈഡ് ഡെബിറ്റ് സൈഡിൽ എഴുതി. എന്നിട്ട് നമ്മൾ ടു ബാലൻസ് ബ്രോ ഡൗൺ ഫ്രം ദി ലാസ്റ്റ് ഇയർ. ഇതാണ് ബാലൻസിങ് പ്രൊസീജിയർ. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, ക്യാഷ് അക്കൗണ്ടിൽ എന്ത് ബാലൻസ് ആണ് എന്ന് പലരും പെട്ടെന്ന് ചോദിക്കുന്നതാണ്. ക്യാഷ് അക്കൗണ്ടിന് എന്ത് ബാലൻസ് ആണെന്ന് വെച്ചാൽ ക്യാഷ് അക്കൗണ്ടിന് ഓൾവേസ് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അതൊരു ഒരു തത്വമാണ്. എന്തൊക്കെ ചെയ്താലും ക്യാഷിന് ഡെബിറ്റ് ബാലൻസേ വരൂ. ക്യാഷിന് ഒരിക്കലും ക്രെഡിറ്റ് ബാലൻസ് വരില്ല. അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള പൈസയെ നമുക്ക് ചിലവാക്കാൻ പറ്റും, ഇല്ലാത്ത പൈസ ചിലവാക്കാൻ കഴിയില്ല. നമ്മുടെ പോക്കറ്റിൽ ഉണ്ടെങ്കിലേ ചിലവാക്കാൻ, 10,000 ഉണ്ടെങ്കിലല്ലേ നമുക്ക് ചിലവാക്കാൻ പറ്റും. 10,000 കുറഞ്ഞ് 0 ആവാം, പോക്കറ്റ് എംറ്റി ആവാം, പക്ഷേ മൈനസ് ബാലൻസ് ഒരിക്കലും പോക്കറ്റിൽ വരില്ല. അതുകൊണ്ട് ക്യാഷിന് എപ്പോഴും എന്ത് ബാലൻസ് മാത്രമേ വരത്തുള്ളൂ? ഡെബിറ്റ് ബാലൻസ് മാത്രമേ വരത്തുള്ളൂ. പക്ഷേ നിങ്ങൾ അങ്ങനെ പഠിക്കേണ്ട, ബാലൻസ് ചെയ്യുമ്പോൾ ഏത് ഡെബിറ്റേ വരത്തുള്ളൂ. അപ്പം ഓക്കെ, അത് കഴിഞ്ഞു. അപ്പം നമുക്ക് ഈ ക്യാപിറ്റൽ അക്കൗണ്ടും കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാം. ക്യാപിറ്റൽ അക്കൗണ്ടിൽ എങ്ങനെയാണ് ട്രാൻസാക്ഷൻ വന്നത്? ഇവിടെ നോക്കിയാൽ ക്യാഷ് അക്കൗണ്ടിൽ ടു ക്യാപിറ്റൽ എന്നൊരു എൻട്രി കിടക്കുന്നില്ലേ? അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്തായിരിക്കും വരുന്നത്?
ഇതിൻ്റെ ജേണൽ എൻട്രി എന്തായിരിക്കും? ബൈ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ എന്നായിരിക്കും അല്ലേ. ബൈ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ ക്യാഷ് അക്കൗണ്ട് എന്നായിരിക്കും. ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്തായിരിക്കും? ബൈ ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ ഈ എൻട്രി ഡെബിറ്റ് സൈഡിൽ, ഒരു അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് എൻട്രി എങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എഫക്റ്റ് മറ്റൊരു അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലായിരിക്കും വരുന്നത്. ക്യാഷ് അക്കൗണ്ടിൽ ടു ക്യാപിറ്റൽ എന്ന് വന്നാൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ ക്യാഷ് എന്ന് വരും. ഇനി നമുക്ക് നോക്കാം, ഇതൊന്ന് ബാലൻസ് ചെയ്യാം. ആദ്യം നോക്കേണ്ടത് ഇവിടെ എൻട്രി ഒന്നുമില്ല, ഇവിടെ മാത്രം ഒരു 10,000 രൂപയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ 10,000 ആണ് ടോട്ടൽ. അതേ 10,000 നമ്മൾ ഇവിടേക്ക് ടോട്ടൽ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ മെയിൻ ടോട്ടൽ. ഈ ഇവിടെ കൊണ്ട് ഫൈനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുകയാണ്. ഇനി ഇവിടെ ഒരു ട്രാൻസാക്ഷൻ ഇല്ലാത്തതിനെ കൊണ്ട് ഈ 10,000-ൽ നിന്ന് ഇവിടെ കിടക്കുന്ന എല്ലാം മൈനസ് ചെയ്യുമ്പോഴും നമുക്ക് ആൻസർ 10,000 തന്നെ കിട്ടും. ഈ ആൻസർ ഡെബിറ്റ് സൈഡിലായതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കണം? ടു ബാലൻസ് ക്യാരി ഡൗൺ. ടു ബാലൻസ് ഡെബിറ്റ് സൈഡിലല്ലേ വന്നേ, അപ്പോൾ ടു ബാലൻസ് ക്യാരി ഡൗൺ ടു നെക്സ്റ്റ് ഇയർ, അടുത്ത വർഷത്തേക്ക് ക്യാരി ഡൗൺ ചെയ്യുക. അപ്പം അടുത്ത വർഷം ഈ ടോട്ടലിന് താഴെ അടുത്ത വർഷമാണ്, നെക്സ്റ്റ് ഇയർ ആണ്. അപ്പോൾ അവിടെ എന്തായിരിക്കും വരുന്നത്? 1/4/2020 ബൈ ബാലൻസ് ബ്രോ ഡൗൺ ഫ്രം ദ ലാസ്റ്റ് ഇയർ 10,000. ക്യാപിറ്റലിന് എന്തൊരു ബാലൻസ് ആണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. കാരണം എന്തുകൊണ്ടാണ്? ഇത് ക്രെഡിറ്റ് സൈഡിലാണ് കിടക്കുന്നത്. ഇനി അടുത്തത് ഒരു എക്സാമ്പിൾ ഫർണിച്ചറാണ്. ഫർണിച്ചർ ഇത് ഇവിടെ നോക്കിയാൽ ഇവിടെ ക്യാഷ് അക്കൗണ്ടിൽ ബൈ ഫർണിച്ചർ എന്ന് കിടക്കുന്നില്ലേ 2,500. അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ടിൽ എന്തായിരിക്കും എഴുതേണ്ടത്? ടു ക്യാഷ്. ജേണൽ എൻട്രി ബൈ ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ക്യാഷ് എന്നാണ് ജേണൽ എൻട്രി. കാരണം ഇവിടെ ബൈ ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ് നമ്മുടെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫർണിച്ചർ അക്കൗണ്ടിൽ ടു ക്യാഷ്. നമുക്ക് നോക്കാം, ഫർണിച്ചർ അക്കൗണ്ട് എടുക്കാം. ഫർണിച്ചർ അക്കൗണ്ടിൽ ടു ക്യാഷ് ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്തേക്കുന്നത് എങ്ങനെയാണ്? ഫർണിച്ചർ അക്കൗണ്ടിൽ ടു ക്യാഷ്. ഇനി ഈ ഫർണിച്ചർ അക്കൗണ്ട് എങ്ങനെ ബാലൻസ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ 10,000, ഇവിടെ ട്രാൻസാക്ഷൻ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ ആദ്യം ഈ 2,500 ടോട്ടൽ, അത് എൻ്റർ ചെയ്തു. ഇപ്പുറത്ത് അതേ 2,500 എൻ്റർ ചെയ്തു. ഇനി ഇതിൽ നിന്ന് ഇവിടെ കിടക്കുന്ന ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ 1,000 രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ 1,500 വരും. ഒന്നും ഇല്ലാത്തതിനെ കൊണ്ട് ഇവിടെ 2,500 തന്നെ വന്നു. ദെൻ അത് ബൈ ക്രെഡിറ്റ് സൈഡിൽ വന്നതിനെ കൊണ്ട് ബൈ ബാലൻസ് ക്യാരി ഡൗൺ ടു നെക്സ്റ്റ് ഇയർ. ഇനി ഇവിടെ അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ടു ബാലൻസ് ബ്രോ ഡൗൺ ഫ്രം ദി ലാസ്റ്റ് ഇയർ. ഓക്കെ, ഇത് രണ്ടും എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ട്രാവലിംഗ് എക്സ്പെൻസ് അക്കൗണ്ട് ഉണ്ട്. കാരണം ഈ ക്യാഷ് അക്കൗണ്ടിൽ ബൈ ട്രാവലിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ് ഒരു ട്രാൻസാക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ട്രാവലിംഗ് എക്സ്പെൻസിൻ്റെ ജേണൽ നമുക്ക് നോക്കാം. ബൈ ട്രാവലിംഗ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ് ട്രാൻസാക്ഷൻ 500 അല്ലേ. അപ്പം ട്രാവലിംഗ് എക്സ്പെൻസിൽ നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് ടു ക്യാഷ് എന്നാണ്. ട്രാവലിംഗ് എക്സ്പെൻസ് അക്കൗണ്ടിൽ നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് ടു ക്യാഷ് എന്നാണ്. കഴിഞ്ഞു. ഇനി ഒരു കേസ്, ഈ ട്രാവലിംഗ് എക്സ്പെൻസ് അക്കൗണ്ട് ബാലൻസ് ചെയ്യണോ വേണ്ടയോ? യഥാർത്ഥത്തിൽ ട്രാവലിംഗ് എക്സ്പെൻസ് ബാലൻസ് ചെയ്യണ്ട. കാരണം എന്താണെന്നറിയാമോ? ഈ ട്രാവലിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഈ ഇൻകമോ എക്സ്പെൻസോ, ഇത് എക്സ്പെൻസ് ആണ്. ഈ എക്സ്പെൻസ് ലെഡ്ജർ ആണെങ്കിൽ അത് നമ്മൾ ബാലൻസ് ചെയ്യണ്ട. കാരണം ഇവിടെ നമുക്ക് നോക്കാം, ഇവിടെ 4 അക്കൗണ്ടാണ്. ക്യാഷ് ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, ഫർണിച്ചർ ഉണ്ട്, ട്രാവലിംഗ് എക്സ്പെൻസ് ഉണ്ട്. നമ്മുടെ റൂൾ നമുക്ക് നോക്കാം, ഏതൊക്കെ ബാലൻസ് ചെയ്യണം. ക്യാഷ് അസറ്റിൽ വരുന്നതാണ്, ബാലൻസ് ചെയ്യണം. ക്യാപിറ്റൽ ലൈബിലിറ്റിയിൽ വരുന്നതാണ്, ബാലൻസ് ചെയ്യണം. ക്യാപിറ്റൽ അണ്ടറിലാണ്, ലൈബിലിറ്റി ആണ്, എന്തായാലും ബാലൻസ് ചെയ്യണം. ഫർണിച്ചർ അസറ്റാണ്, ബാലൻസ് ചെയ്യണം. എന്നാൽ ട്രാവലിംഗ് എക്സ്പെൻസ് ആണ്, ക്ലോസ് ചെയ്താൽ മതി. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ 4 എണ്ണത്തിൽ ക്യാഷ് ബാലൻസ് ചെയ്യണം, ക്യാപിറ്റൽ ബാലൻസ് ചെയ്യണം, ഫർണിച്ചർ ബാലൻസ് ചെയ്യണം. പക്ഷേ ട്രാവലിംഗ് എക്സ്പെൻസ് ജസ്റ്റ് ഒന്ന് ടോട്ടൽ ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പം ഇതോടുകൂടി നമ്മുടെ ഏകദേശം ബാലൻസിങ്ങിൻ്റെ സ്റ്റെപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ബാലൻസ് ചെയ്യുന്നത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ വീണ്ടും നമ്മുടെ തിയറിയിലേക്ക് പോവുകയാണ്. ബാലൻസിങ് എന്ന് പറയുന്നതിൽ 5 ക്ലാസിഫൈ ചെയ്തിട്ട് ക്യാപിറ്റലും ലൈബിലിറ്റിയും അസറ്റും ബാലൻസ് ചെയ്യണം. അതെങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. 2 സൈഡ് ഉണ്ടെങ്കിൽ ഏത് സൈഡാണോ കൂടുതൽ അതാണ് നമ്മൾ ടോട്ടൽ എടുക്കുന്നത്. അതേ ടോട്ടൽ ട്രാൻസ്ഫർ ചെയ്യുക. അത് ക്രെഡിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് ടോട്ടൽ എഴുതിയിട്ട് ഡെബിറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. ഡെബിറ്റാണ് കൂടുതലെങ്കിൽ ഡെബിറ്റ് എഴുതിയിട്ട് ക്രെഡിറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. അതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇനി അതിലേക്ക് പോകുന്നില്ല. സോ ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഒരേ ഒരു കാര്യം കൂടെ ട്രയൽ ബാലൻസ് എന്താണെന്നുള്ളതാണ്. അപ്പം നമ്മൾ ലെഡ്ജറുകളെല്ലാം ബാലൻസ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ട്രയൽ ബാലൻസ്. അതൊരു സിംഗിൾ പേപ്പറിൽ തീരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അല്ലേ.
നമ്മൾ ഇതുവരെ ചെയ്തത് ശരിയാണോ തെറ്റാണോ, ട്രാൻസാക്ഷൻസ് കറക്റ്റായിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ടോ, എവിടെയെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ഒന്ന് വേരിഫൈ ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദി ബാലൻസസ് ഓർ ടോട്ടൽസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഓഫ് all accounts in the ledger with a view to verify the arithmetical accuracy of posting into the ledger accounts. അരിത്തമെറ്റിക്കൽ ആക്യുറസി നമ്മൾ ഇതുവരെ ചെയ്ത, നമ്മൾ പോസ്റ്റ് ചെയ്തു, നമ്മൾ ജേണൽ പ്രിപ്പയർ ചെയ്തു, അതിനുശേഷം ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്തു, ഈ പോസ്റ്റ് ചെയ്തതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം കൺഫ്യൂഷൻ ചിലപ്പോൾ ഉണ്ടാവാം. അത് ശരിയാണോ, അതിൻ്റെ ആൻസർ കറക്റ്റ് ആണോ, മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഏതെന്ന് പറയുന്നത്, ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ട്രയൽ ബാലൻസിന് ഒരു ഫോർമാറ്റ് ഉണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. ഫോർമാറ്റ് ഓഫ് ട്രയൽ ബാലൻസ് ഞാനിവിടെ തന്നിട്ടുണ്ട്. സീരിയൽ നമ്പർ, ഇപ്പം നമുക്ക് ഒരു ലെഡ്ജറിനകത്ത് 25 അക്കൗണ്ട് ഉണ്ടെന്ന് വെച്ചോ, 25 പേജുകളിൽ നമ്മൾ 25 അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 25 അക്കൗണ്ടുകളും നമുക്കിവിടെ എടുക്കണം. ഒരു അക്കൗണ്ടിന് ഒരു ലൈനാണ്, അപ്പോൾ 25 ലൈൻ. അപ്പോൾ ഞാൻ സീരിയൽ നമ്പറിന് കൊടുത്തത് 25 അക്കൗണ്ടുകൾ. നിങ്ങൾ ഇപ്പം എക്സാമിനൊന്നും ഇത് ആവശ്യമില്ല, എങ്കിലും ആ 25 ലെഡ്ജർ മിസ്സാവരുത്. അപ്പോൾ 25 ലെഡ്ജറുകൾ എടുക്കുക. കൂടാതെ നമുക്ക് അക്കൗണ്ടിൻ്റെ നെയിം, ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ഫർണിച്ചർ അക്കൗണ്ട്, ബിൽഡിംഗ് അക്കൗണ്ട്, അത് എൻ്റർ ചെയ്യുക. ഇനി ഒരു ലെഡ്ജർ ഫോളിയോ കോളം, അതായത് ലെഡ്ജറിൽ, അത് അക്കൗണ്ടിൽ ഇത് ഏത് പേജിലാണോ ആ പേജ് നമ്പർ ഇവിടെ കൊടുക്കുക. അതായത് ബാലൻസ് ചെയ്തേക്കുന്ന പേജ് അല്ലേ, ബാലൻസ് ചെയ്തേക്കുന്ന പേജ് ഏതാണോ ആ പേജ് നമ്പർ ഇവിടെ കൊടുക്കുക. അതിന് ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണോ, ഡെബിറ്റ് സൈഡിലാണോ ഇപ്പോൾ ബാലൻസ് നിൽക്കുന്നത്, ഏത് ബാലൻസ് ആണ്, ക്ലോസിംഗ് ബാലൻസ് അല്ല ഓപ്പണിംഗ് ബാലൻസ്. ഉറപ്പായിട്ടും നിങ്ങൾ മറന്നുപോയത്, പല കുട്ടികൾക്കും തെറ്റുന്നതാണ്. എപ്പോഴും നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് എവിടെയാണ് എന്നതിനെ ബേസ് ചെയ്താണ് ലെഡ്ജർ ഏത് ബാലൻസ് ആണെന്ന് പറയുന്നത്. ഇപ്പോൾ ഡെബിറ്റ് ബാലൻസ് ആണ്, ക്യാഷ് ആൻഡ് ഡെബിറ്റ് ബാലൻസ് ആണെന്ന് പറഞ്ഞാൽ ക്യാഷിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ഏത് സൈഡിൽ എന്നുള്ളതല്ല, ഓപ്പണിംഗ് ബാലൻസ് ഏത് സൈഡിലാണ്. അത് ഡെബിറ്റ് സൈഡിലാണെങ്കിൽ ഇവിടെ ഡെബിറ്റ് സൈഡിൽ എൻ്റർ ചെയ്യണം. ഓക്കെ, ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ എൻ്റർ ചെയ്യണം. അപ്പം ഇത്രയേ ഉള്ളൂ. ഞാൻ ഇവിടെ ട്രയൽ ബാലൻസ് കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ട്രയൽ ബാലൻസ് സെപ്പറേറ്റ് നമ്മളൊരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറർ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. അവിടെ നമ്മൾ വീണ്ടും ട്രയൽ ബാലൻസിനെ കുറിച്ച് പറയും. അപ്പോൾ ഇവിടെ ഈ നമ്മൾ വന്നതിൻ്റെ ആ ഒരു ഫ്ലോയിൽ ഒന്ന് ട്രയൽ ബാലൻസും കൂടെ പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ പ്രിപ്പയർ ചെയ്ത, പോസ്റ്റ് ചെയ്ത ട്രാൻസാക്ഷൻസ് അതിൻ്റെ അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ എത്ര കോളമുള്ളത്, സീരിയൽ നമ്പർ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ അക്കൗണ്ട് നെയിമും ലെഡ്ജർ ഫോളിയോ ഡെബിറ്റ് ക്രെഡിറ്റ്. ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുമെന്നൊക്കെ നമ്മൾ പ്രോബ്ലം വരുമ്പോൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഏകദേശം നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ ഏകദേശം അവസാനിക്കുകയാണ്. ഇനി ഞാൻ പെട്ടെന്ന് നമുക്കൊന്ന് റിവൈസ് ചെയ്തിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസിനകത്ത് നമ്മൾ സോഴ്സ് ഡോക്യുമെൻറ്റ്സ് ഉപയോഗിച്ച്, ജേണൽ ഉപയോഗിച്ച്, ലെഡ്ജർ പ്രിപ്പയർ ചെയ്ത് ട്രയൽ ബാലൻസിലേക്ക് എത്തുന്നത് വരെയാണ് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. ഇനി മറ്റൊന്ന് പറയാനുണ്ട്, സോഴ്സ് ഡോക്യുമെൻറ്റ്സ് ഉപയോഗിച്ച് സബ്സിഡിയറി ബുക്ക് പ്രിപ്പയർ ചെയ്ത് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്നതും ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതും നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ കവർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഡേ ബുക്ക് പ്രിപ്പയർ ചെയ്ത് എങ്ങനെയാണ് ട്രയൽ ബാലൻസിൽ എത്തുന്നതെന്നും നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. ഇനി അക്കൗണ്ടൻസിയുടെ മീനിങ്, അതിൽ റെക്കോർഡിംഗ് എന്ന് പറയുന്ന ക്ലാസിഫൈ ചെയ്യുന്ന ക്ലാസിഫിക്കേഷനും റെക്കോർഡിങ്ങും, ഈ ഒരു ഫംഗ്ഷൻ അതാണ് നമ്മളിവിടെ പ്രധാനമായും കവർ ചെയ്യാൻ പോകുന്നത്. ബിസിനസ്മാനും ബിസിനസ്സും എപ്പോഴും വ്യത്യസ്തമായി രണ്ട് എൻറ്റിറ്റി ആയിട്ട് തന്നെ നിങ്ങൾ അസ്യൂം ചെയ്ത് വേണം കണക്കുകൾ ചെയ്യാൻ. നിങ്ങളെപ്പോഴും ബിസിനസ്സിൻ്റെ അക്കൗണ്ടൻ്റ് ആയിട്ട് മാത്രം കരുതി വേണം മുന്നോട്ട് പോകാൻ, എങ്കിലേ നിങ്ങൾക്ക് ആൻസർ കൃത്യമായി കിട്ടുകയുള്ളൂ. ഇനി നമ്മൾ എന്ത് തരത്തിലുള്ള ട്രാൻസാക്ഷനാണ് റെക്കോർഡ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ബിസിനസ് ട്രാൻസാക്ഷനാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അത് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻറ്റ്സ് ആർ മെഷറബിൾ ഇൻ ടേംസ് ഓഫ് മണി. പണം ഉപയോഗിച്ച് അളക്കാൻ പറ്റുന്ന എല്ലാ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യണം. ഇനി എവിടെ നിന്ന് നമുക്ക് ട്രാൻസാക്ഷൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? അത് സോഴ്സ് ഡോക്യുമെൻറ്റ്സുകൾ മുഖേനയാണ് കിട്ടുന്നത്. സോഴ്സ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് സെയിൽസ് ബില്ല്, പർച്ചേസ് ബില്ല് പോലുള്ള വൗച്ചറുകൾ, ക്യാഷ് മെമ്മോ, ഇതെല്ലാം സോഴ്സ് ഡോക്യുമെൻറ്റ്സിനാണ്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യേണ്ടത്. ഇനി ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് ഡബിൾ എൻട്രി എന്നറിയണം. ഡബിൾ എൻട്രി എന്ന് പറയുന്ന ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് പ്രകാരം ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്താൽ അത് ഡബിൾ എൻട്രി സിസ്റ്റമാണ്. അപ്പോൾ ഡ്യുവൽ ആസ്പെക്റ്റ് എന്താണ്? ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻസ് ഹാവ് അറ്റ്ലീസ്റ്റ് 2 എഫക്റ്റ്.
റിസീവിങ് എഫക്റ്റ് ആൻഡ് ഗിവിങ് എഫക്റ്റ് എന്ന് മാത്രമല്ല നമുക്ക് ഇങ്ങനെയും പറയാം, ഡ്യുവൽ ആസ്പെക്റ്റ് പ്രകാരം ഏതൊരു ട്രാൻസാക്ഷനും മിനിമം 2 അക്കൗണ്ടുകളിൽ, വ്യത്യസ്തമായ 2 അക്കൗണ്ടുകളിൽ റെക്കോർഡ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ അക്കൗണ്ട്സ് എന്താണ്? അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ടി ഷേപ്പിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ആ ടി ഷേപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡും ഒരു റൈറ്റ് സൈഡും ഉണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഏത് എഴുതണം, റൈറ്റ് സൈഡിൽ ഏത് എഴുതണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെബിറ്റ് ക്രെഡിറ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. ഡെബിറ്റും ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഏതൊരു ട്രാൻസാക്ഷനും നമ്മൾ പറഞ്ഞു 2 സൈഡിൽ എഴുതണമെന്ന് പറഞ്ഞു. അത് ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡും ക്രെഡിറ്റ് സൈഡ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡുമാണ്. ഇനി ഏത് ഡെബിറ്റ് ഏത് ക്രെഡിറ്റ് എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ റൂൾസ് പഠിക്കണം. റൂൾസ് നമുക്ക് 2 രീതിയിലാണ് നമുക്ക് റൂൾ ഉള്ളത്. ട്രഡീഷണൽ റൂൾസ് ഉണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മോഡേൺ റൂളുണ്ട്, ക്യാപിറ്റൽ, ലയബിലിറ്റി, ഇൻകം, അതിനൊരു റൂള്, അസറ്റ്, എക്സ്പെൻസിന് മറ്റൊരു റൂള്. അപ്പോൾ ഈ റൂൾസ് പഠിച്ച് ഈ റൂൾസ് ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നു ഏതാണ് ഡെബിറ്റ് ചെയ്യേണ്ടത് ഏതാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അതിനുശേഷം നമ്മൾ എവിടെ എൻ്റർ ചെയ്യണം, നമുക്കൊരു പ്ലാറ്റ്ഫോം വേണം. ആ ഫസ്റ്റ് പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ജേണൽ, ഫസ്റ്റ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി അല്ലെങ്കിൽ ബുക്സ് ഓഫ് പ്രൈം എൻട്രി. അത് നമ്മൾ 1 by 1 ആയിട്ട് ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യും. ആ പ്രോസസ്സിനെ ജേണലൈസിങ് എന്ന് വിളിക്കും അല്ലേ. അതിനുശേഷം ജേണലിൽ നമ്മൾ ലെഡ്ജർ തയ്യാറാക്കും. ലെഡ്ജർ എപ്പോഴും സെക്കൻഡറി എൻട്രി ആണ്. അത് നമ്മൾ അനലിറ്റിക്കൽ ഓർഡറിലാണ് തയ്യാറാക്കുന്നത്. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പോസ്റ്റിംഗ് എന്ന് വിളിക്കും. അതിനുശേഷം നമ്മൾ ബാലൻസ് ചെയ്യണം, ലെഡ്ജറുകൾ ബാലൻസ് ചെയ്യണം. എങ്ങനെയാണ് ലെഡ്ജർ ബാലൻസ് ചെയ്യുന്നത്? ഏതൊക്കെ ബാലൻസ് ചെയ്യണം? ക്യാപിറ്റലും ലയബിലിറ്റിയും അസറ്റും നിങ്ങൾ ബാലൻസ് ചെയ്യണം. ഇൻകവും എക്സ്പെൻസും ഒരു സൈഡിലേ ട്രാൻസാക്ഷൻ ഉള്ളൂ എങ്കിൽ നിങ്ങൾ ക്ലോസ് ചെയ്യുക, ടോട്ടൽ ചെയ്യുക, കഴിഞ്ഞു. എന്നാൽ 2 സൈഡിലും ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ ബാലൻസ് ചെയ്തിരിക്കണം. ഇതിന് ശേഷമാണ് നമ്മൾ ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നത്. ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് അരിത്തം ഇതുവരെ ചെയ്ത കാര്യങ്ങളിൽ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. സ്പെസിഫിക് ഡേറ്റിൽ തയ്യാറാക്കുന്നതാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ട്രയൽ ബാലൻസിന് ഡേറ്റ് കോളം ഉണ്ടാവില്ല, കാരണം അത് ഹെഡിങ്ങിലാണ് അതിൻ്റെ ഡേറ്റ് വരുന്നത്. കാരണം സ്പെസിഫിക് ഡേറ്റിലാണ് ഈ ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നത്. ഒരു സിംഗിൾ പേജ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് കവർ ചെയ്തത്. ഇനി ഇതിൻ്റെ നമ്മൾ ജേണൽ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ പ്രോബ്ലം, ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ പ്രോബ്ലം, അതുകൂടാതെ ട്രയൽ ബാലൻസ്, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോബ്ലം മറ്റ് ക്ലാസ്സുകളിൽ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. എനിക്കിനി ഒരു ക്വസ്റ്റ്യനാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത്. അതിപ്പം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണെങ്കിലും പഠിക്കുന്നവരാണെങ്കിലും ആരാണെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അതായത് എനിക്ക് പറയാനുള്ള ക്വസ്റ്റ്യൻ ഇതാണ്: സിമിലാരിറ്റി ആൻഡ് ഡിഫറൻസ്. ഈ പറയുന്ന ക്യാഷ് ബുക്ക്, ക്യാഷ് അക്കൗണ്ട്, ഡേ ബുക്ക്, ഈ 3 കാര്യങ്ങൾ തമ്മിലുള്ള നമ്മൾ പല സമയത്തും പലരും കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ക്യാഷ് അക്കൗണ്ട് നമ്മൾ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്, ഡേ ബുക്കും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, ചെറുതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ ക്യാഷ് ബുക്കും കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ 3 തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി അറിയാവുന്ന എത്ര പേരുണ്ട്? കൃത്യമായി അറിയാവുന്നവർ നിങ്ങളിതിൻ്റെ വേരിയേഷൻസ് അല്ലെങ്കിൽ സിമിലാരിറ്റി നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത നമ്മൾ ചാപ്റ്റർ ഇങ്ങനെ കവർ ചെയ്യുകയാണ്. അടുത്ത ചാപ്റ്ററിൽ കവർ ചെയ്യുന്നു. അടുത്ത ചാപ്റ്റർ കവർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ തന്നെ ഇതിൻ്റെ വേരിയേഷൻസ്, ഇതിൻ്റെ ഇമ്പാക്റ്റും കൃത്യമായി പറഞ്ഞു പോകും. അല്ലെങ്കിൽ മറ്റൊരു വീഡിയോയിൽ നമ്മളത് കവർ ചെയ്യുന്നതായിരിക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാം. ബൈ ബൈ.